ഇപ്പോൾ ടെലഗ്രാമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകുന്ന വോയിസ് മെസ്സേജും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെലഗ്രാമിൽ എങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകുന്ന വോയിസ് മെസ്സേജ് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് കോൺടാക്റ്റിലോട്ടാണോ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയിട്ട് പോകുന്ന വോയിസ് മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചാനലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പോ സെലക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ ഒരു കോൺടാക്റ്റാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ താഴെ നമുക്ക് ഒരു മൈക്ക് പോലത്തെ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ ഒരു ലോക്ക് ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ലോങ് പ്രസ് ചെയ്തത് അങ്ങോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക. അങ്ങോട്ട് സ്ക്രോൾ ചെയ്താൽ അത് ലോക്ക് ആവുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ മുകളിൽ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ 1 എന്ന് എഴുതിയിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യൂ വൺസ് എന്നുള്ള ഫീച്ചർ ഓൺ ആവുന്നതായിരിക്കും. ഇനി റെക്കോർഡിങ്ങിൻ്റെ ഇടയിൽ അത് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് നമുക്ക് ഈ ഒരു വ്യൂ വൺസ് ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ വൺസ് ഫീച്ചർ ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം ഈ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മുകളിലോട്ട് ഒരു ആരോ മാർക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് സെൻഡ് ആവുന്നതായിരിക്കും. ഇനി ഞാൻ ആ ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് ടെലഗ്രാമിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകുന്ന വോയിസ് മെസ്സേജും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനി കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.